ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ കിടിലൻ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് വരെ മൈദയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കൂടി ചേർക്കുക. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അതൊരു ടിപ്പാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നെയ്യ് ചേർത്തതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് കുഴച്ച് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ തലേ ദിവസമൊക്കെ മാവൊക്കെ കുഴച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഒരല്പം കൂടെ നെയ്യ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാവേ. അപ്പോൾ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളകും 1 ക്യാരറ്റും അതുപോലെ 2 ചെറിയ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഞാനിവിടെ പെരുംജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ബീൻസോ കാബേജോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെന്നൊക്കെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ചേർക്കുന്നത് വെജിറ്റബിൾസിനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റും ചേർക്കാം, ഉരുളക്കിഴങ്ങും ചേർക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 2-3 തവണ കഴുകിയതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടാവും. അതോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫില്ലിംഗ് ഒക്കെ ഒരു കുഴഞ്ഞ രൂപത്തിലായി പോകും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. എല്ലാം കൂടെ നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. ഒരുപാട് ഒഴിക്കരുത്. എങ്കിലത് കുഴഞ്ഞ പരുപ്പത്തിലായി പോവും. എങ്കിൽ ഫില്ലിങ് നന്നായിട്ട് അത് കിട്ടത്തില്ല. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. കാരണം വെള്ളമില്ലാതെ നമ്മളിത് വേവിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാവ് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെയ്യ് കൂടി ചേർത്തതുകൊണ്ടാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഒന്നും കൂടി അത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഗോതമ്പ് പൊടി തന്നെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് നൈസായിട്ട് പരത്തരുത്. അതുപോലെ തന്നെ ഒരുപാട് തിക്കായി പോകാനും പാടില്ല കേട്ടോ. സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ എടുത്താൽ മതിയാകും.
അപ്പോൾ ഞാനിതിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളതിൻ്റെ സൈഡൊന്നും എടുക്കുന്നില്ല, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ യൂസ് ചെയ്യാം, വെജിറ്റബിൾസോ അതല്ലെങ്കിൽ നോൺ വെജായിട്ട് മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനോ എന്ത് വേണോ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ പനീറോ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി സൈഡൊക്കെ പിടിച്ച് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ അതൊന്ന് പിടിച്ച് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഒക്കെ ചിലപ്പോൾ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇഡ്ഡലി തട്ടാണ്. ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ കുഴിവുള്ള ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കത് ഇല്ലെന്നുണ്ടെങ്കിൽ വെറും പ്ലേറ്റിലോ സ്റ്റീമറിലോ അല്ലാതെയും നിങ്ങൾക്കത് ആവി കയറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ തവയിലിട്ട് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കാം. വെറും എണ്ണയൊന്നും ചേർക്കാതെ ചുട്ടെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനും ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ആ തവയിലൊന്ന് നികക്കെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വലിയ തവയാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അധികമായിട്ട് ഒരുമിച്ച് തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് 2-3 തവണയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എണ്ണയില്ലാതെ നമുക്ക് വെറും തവയിൽ ചുട്ടെടുക്കാവുന്നതാണ്. എണ്ണ വേണമെങ്കിൽ ആ തവയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഒഴിക്കേണ്ട, അല്ലാതെ ഒന്ന് തൂവി കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് ചുട്ടെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുക കേട്ടോ മസ്റ്റായിട്ടും. അപ്പോൾ ആ ലാസ്റ്റിൽ അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ ആ ഒരു സ്നാക്കിന് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1-2 തവണയായിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതുപോലെ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതോടൊപ്പം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്